നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 8 ഞായറാഴ്ച, ഇടവം 25. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നത്. നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. 15-കാരനായ അനന്തുവാണ് മരിച്ചത്. ഷോക്കേറ്റ മറ്റ് 2 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ദയനീയ സംഭവമെന്നും സർക്കാർ സ്പോൺസേർഡ് മർഡറെന്നും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു. എന്തൊക്കെയായാലും ശരി, ഈ പ്രശ്നത്തിൽ ഈ 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ, അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത KCB ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. 1ഉം 2ഉം വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത്. കുട്ടിയുടെ മരണത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചാരണമാക്കരുതെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ദൗർഭാഗ്യകരമായ വാർത്തയാണ് നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. വനംവകുപ്പ് അവിടെ പന്നിയെ പിടിക്കാൻ കൂടുവെക്കുകയോ കെണി വെക്കുകയോ ഇലക്ട്രിക് വയറിനുള്ള കണക്ഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന് അതിനകത്ത് നേരിട്ട് ബന്ധമൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം വെച്ച് ഈ പ്രശ്നത്തെ കാണരുതെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകോപനം ഉണ്ടാക്കരുതെന്നും വിശദമായ അന്വേഷണം നടത്തി കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ DFOയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഊഹാപോഹങ്ങൾ അല്ല വേണ്ടതെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. ഗൗരവമായ അന്വേഷണം നടത്തണം. ഗൗരവമായ അന്വേഷണം നടത്തുകയും അതൊരു കുറ്റകൃത്യമാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക. വിദ്യാർത്ഥിയുടെ മരണത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ റോഡ് UDF പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള പോലീസ് ശ്രമം സംഘർഷത്തിന് ഇടയാക്കി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അനന്തു മരിച്ച സംഭവത്തിൽ പന്നിക്കണി വെച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചുവെന്ന സൂചന. പ്രതിക്കായി പോലീസ് വനത്തിനുള്ളിൽ തിരച്ചിൽ തുടങ്ങി. സംഭവത്തിൽ സ്ഥലം ഉടമയ്ക്ക് ബന്ധമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. KSABയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്ന ആരോപണം ഉദ്യോഗസ്ഥർ തള്ളി. കെണി ഒരുക്കിയവർ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് മോഷ്ടിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിപിൻ C വിജയനും ഒപ്പം സുഹൈൽ മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം സുഹൈൽ മുഹമ്മദിലേക്കാണ്. സുഹൈൽ, ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരം, ഈ പന്നിക്കണി സ്ഥാപിച്ച ആളെക്കുറിച്ച്, പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. വനത്തിനകത്ത് തെരച്ചിൽ നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാനുള്ള വിവരങ്ങൾ? KSEBയുടെ വിശദീകരണം ഏറ്റവും ഒടുവിലായി എങ്ങനെ? പ്രവിധ, ഇന്നലെ ഈ 15 വയസ്സുകാരൻ അനന്തു മരിച്ചത് മുതൽ കേൾക്കുന്ന ഒരു ആരോപണമെന്ന് പറഞ്ഞത് ഇവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചത് വന്യമൃഗങ്ങൾ പറമ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിയിടത്തിലേക്ക് കയറാതിരിക്കാൻ സ്ഥാപിച്ചതാണെന്നായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ഇന്നലെ എത്തിയത് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇതങ്ങനെ കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് അല്ല, മറിച്ച് പന്നിയെ കെണി പിടിക്കാൻ, അതായത് ഇറച്ചി ആവശ്യത്തിനായി, സ്വാർത്ഥ താല്പര്യത്തിനായി, സ്വാർത്ഥ ആവശ്യത്തിന് വേണ്ടി പന്നിയെ കെണി വെച്ച് വെക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു പന്നിക്കെണിയാണ്. ഇതെങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു വെച്ചാൽ, രാത്രി സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ കമ്പി കൊണ്ട് വന്ന് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നുണ്ട്. ആ പോസ്റ്റിലേക്ക് ഷേപ്പിലാക്കി മുള കൊണ്ട് കുരുക്കിയ ശേഷം ഈ പന്നി വനത്തിൽ നിന്ന് പൊതു ഇടത്തിലേക്ക്, ഈ പറഞ്ഞ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പോകുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ക്രോസ് ആയിട്ട് ഈ ഇത് കെണി സ്ഥാപിക്കുകയായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ ഏകദേശം ഒരു 5 മണി 6 മണിക്കുള്ളിൽ തന്നെ ഈ കെണിയിൽ കുടുങ്ങിയ പന്നിയുമായി ആൾ കടന്നുപോകും. അതിനുശേഷം ഈ കെണി ഊരിവെക്കും. ഇതൊരു സ്ഥിരം രീതിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുള്ളത്. പ്രതിക്ക് വേണ്ടി വനം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന്റെ പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് ക്ലിയർ കട്ട് കുറ്റകൃത്യമാണ്. അതായത് പന്നി ഇറച്ചിക്ക് വേണ്ടി ഇവിടെ മറ്റുള്ളവരുടെ ജീവൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുരക്ഷയൊന്നും പരിഗണിക്കാൻ
ലഭിക്കാതെ ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഈ ആളുകളും ഈ കുട്ടികളും അടക്കം പോകുന്ന ഇടത്തേക്ക് കമ്പി വലിച്ചു കെട്ടി ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം വലിച്ചു വരുത്തുകയായിരുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഇന്നലെ അവർ 5 അംഗ സംഘം, അനന്തവും 4 കൂട്ടുകാരുമായിരുന്നു ഇത്തരത്തിൽ നമ്മൾ ഈ കാണുന്ന തോടിന്റെ 200 മീറ്റർ അകലെ നിന്ന് ഇത്തരത്തിൽ ഈ ചെറിയ വല അതിങ്ങനെ വീശി ഇങ്ങോട്ട് മുന്നോട്ട് വന്നത്. ഏകദേശം ഈ കണി സ്ഥാപിച്ച സ്ഥലത്ത് ഇത് ഒരിക്കലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇത്തരത്തിലൊരു വൈദ്യുതി കമ്പി പോകുന്നുണ്ടെന്ന്. ഏകദേശം രാത്രി 8:30 സമയം കൂടിയാണ്. അങ്ങനെയാണ് അവർ അപകടത്തിൽപ്പെട്ടത്. അനന്തുവിന് മാത്രമാണ് ജീവൻ നഷ്ടമായത്. ബാക്കി രണ്ടുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാര്യമാണ്. അതായത് ഒരാളുടെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ സ്വാർത്ഥ ഇഷ്ടം ഈ പന്നിയുടെ ഇറച്ചി വിറ്റുകൊണ്ട് ഇത്തരത്തിൽ പണം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഉപജീവനം നടത്തുന്ന ഒരാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാതെ നടത്തുന്ന ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരം മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് പ്രവിധ, ഇത്തരത്തിൽ ഈ പ്രദേശത്ത് പന്നി ഇറച്ചിക്ക് വേണ്ടി ഈ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് രാത്രി സമയങ്ങളിൽ KCBയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് കെണിയൊരുക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെയൊക്കെ തുടക്കത്തിൽ നമ്മൾക്ക് ലഭിച്ച വിവരം എന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങൾ രൂക്ഷമായി ഇത്തരത്തിൽ നമ്മുടെ ഈ വയലുകളിലേക്കും കൃഷിയിടത്തിലേക്കും ചെന്ന് വിളകളടക്കം നശിപ്പിക്കുന്നത് കൊണ്ട് സ്ഥാപിച്ച അനധികൃത ഇലക്ട്രിക് ഫെൻസിംഗ് എന്ന വിവരമായിരുന്നു പുറത്തു. എന്നാൽ നിലവിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് അല്ലെങ്കിൽ ഈ കൃഷിയിടമാണ്. അവിടെ ഇത്തരത്തിൽ പന്നി നശിപ്പിക്കുന്ന തരത്തിലുള്ള വിളകൾ, വാഴകളടക്കമുള്ള വിളകളൊന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു ഫെൻസിംഗ് അവിടെ സ്ഥാപിക്കേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഈ ഫെൻസിംഗിന്റെ സ്വഭാവം കണ്ടാൽ അറിയാം, ഇതൊരു പെട്ടെന്നൊരു സെറ്റപ്പിൽ തട്ടിക്കൂട്ടിയ രീതിയിലാണ് ഇപ്പോൾ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് രാത്രി സ്ഥാപിക്കുന്നു, രാവിലേക്ക് ആളുകൾ എത്തുന്നതിന് മുമ്പ് കെണി ഒഴിവാക്കുന്നു. ഈ രീതിയിൽ സ്ഥാപിക്കപ്പെടുന്ന അത്രത്തോളം വലിയ രീതിയിൽ സാങ്കേതികമായി വലിയ മികവോടുകൂടി ഉണ്ടാക്കുന്ന ഒരു കെണിയല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വൈദഗ്ധ്യ ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഈ KCBയുടെ ലൈൻ നമുക്കറിയാം, നമുക്ക് ഈ പോസ്റ്റുകളിൽ നിന്ന് പോകുന്ന ലൈനുകളിൽ മുളക്കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെണിയുടെ അറ്റം അതിലേക്ക് ചേർത്ത് കെട്ടുന്നത്. ഈ സമയം മുതൽ ഈ വൈദ്യുതി കമ്പിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അത് വലിയ വാൾട്ട് രീതിയിലായിരിക്കും വൈദ്യുതി ഈ കമ്പിയിലൂടെ പോവുക. അതായത് നമുക്ക് മനസ്സിലാക്കുന്ന ഇന്നലെ ഈ 3 പേർ തൽക്ഷണം അവിടെ ഷോക്കേറ്റ് വീഴുകയായിരുന്നു. അത്രത്തോളം പവർഫുൾ ആയിട്ടാണ് അവർക്ക് വൈദ്യുതി ആഘാതം ഏറ്റത്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു ശീലമാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതൊരു റൊട്ടീനാക്കിയ പന്നി ഇറച്ചി വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സംശയമുണ്ട് ഒരു വ്യക്തിയെ തന്നെ, അവരെ കുറിച്ചുള്ള വിവരമാണോ ഇപ്പോൾ അല്ലെങ്കിൽ അയാളെ കുറിച്ചുള്ള വിവരമാണോ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്? അയാളെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടത്തുന്നത്? അതെ, അയാളെ കേന്ദ്രീകരിച്ചാണ് പ്രവിധ അന്വേഷണം നടക്കുന്നത്. നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇത്തരത്തിൽ ഇവിടെ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോലീസിന് കൃത്യമായ വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പറയുന്ന ക്രൈം സീൻ സീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരാൾ ചേരുകയാണ്. ശ്യാം എന്നാണ് പേര്. ശ്യാമാണ് ഇന്നലെ ഈ ഇത്തരത്തിൽ ഈ അനന്തവും കൂട്ടുകാരും ഇത്തരത്തിൽ ഈ ചെറിയ തോടെന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മുടെ ഈ കൈവലിപ്പത്തിൽ മാത്രമേ ആഴമുള്ളൂ. ഈ തോട്ടിൽ വീണവരെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചത്. ശ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പന്നിയിറച്ചിക്ക് വേണ്ടി കെണി വെക്കുന്നത് പന്നിയിറച്ചിക്ക് വേണ്ടി കെണി വെക്കുന്നതാണ്. അല്ലാതെ വേറെ എന്തിനു വേണ്ടി ഇവിടെ ഈ തോട്ടത്തേക്ക് കയറാക്കാണ്, പന്നി കയറാക്കാനാണെങ്കിൽ മൊത്തമായിട്ട് ആ തോട്ടം മൊത്തം കവർ ചെയ്തിട്ടുണ്ടേ. ഇത് ഇവിടുന്നും ഈ മലകൾ മാത്രമാണ് ലക്ഷ്യമിട്ട് ചെയ്യുന്നത്. ഇത് പന്നീന്റെ ഇറച്ചി ബിസിനസ്സായി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അവരെ തന്ത്രമാണ്, അവരാണ് ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രവിധ ഈ ശ്യാമടക്കം പറഞ്ഞതുപോലെ. ശ്യാമാണ് ഇന്നലെ ഈ കുട്ടികളെ അവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ഈ തോടിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ക്യാമറ അങ്ങോട്ട് പാൻ ചെയ്താൽ ഇത് വനമേഖലയാണ്, അത് വനപ്രദേശമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ പറയുന്ന കൃഷിയിടം ഉള്ളത്. ഈ വനപ്രദേശത്തിന്റെ മുകളിൽ കുറച്ച് വീടുകളുണ്ട്. അവർക്ക് വേണ്ടി വൈദ്യുതി ആവശ്യത്തിന് സ്ഥാപിച്ച പോസ്റ്റിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാത്രമാണ് ദൂരം. അവിടെ നിന്ന് പോസ്റ്റ് ലൈനിൽ നിന്ന് ഇത്തരത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലത്തെ കമ്പിയുടെ അറ്റം ചേർത്ത് കെട്ടിയാണ് വൈദ്യുതി ഇതുവഴി പ്രവഹിപ്പിച്ചത്. ഇതനുസരിച്ച് ഇതറിയാതെ, അതായത് നമ്മൾക്കറിയാം ഇതൊന്നും ഒരിക്കലും ഒരു വിധത്തിലും ഈ സൈഡിലുള്ള, അതായത് നമ്മൾ ആദ്യം കണ്ട കുറുകെ കെട്ടിയ കമ്പി പിന്നെയും കാണും. അതിന്റെ എക്സ്റ്റൻഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാടിനോടടുത്തുള്ള ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന മരത്തിന്റെ ഇടയിലൂടെയാണ്. അതൊരു വിധത്തിലും കാണാൻ സാധിക്കില്ല. അങ്ങനെ അബദ്ധത്തിൽ ഇവർ അതിൽ കൊണ്ട് ചവിട്ടുകയും വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. എന്തായാലും നമുക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ച, അത് ഈ ശ്യാമൊക്കെ പറഞ്ഞതനുസരിച്ചാണ് ആ കമ്പി ഇനിയും അങ്ങോട്ട് ദൂരെ പോകുന്നുണ്ട്. മറ്റു പലയിടങ്ങളിലും സമാനമായ കമ്പി സ്ഥാപിച്ചിട്ടുമുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഈ നാടിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. അതിവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പ്രസ്തുത വിഷയത്തിൽ 15 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച വിഷയത്തിൽ 10ാം ക്ലാസ്സുകാരൻ അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ക്ലിയർ കട്ടായ ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ നരഹത്യാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പന്നിയിറച്ചി ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ഒരു കെണിയിൽ ഏകദേശം രാത്രി 8:30 ഈ കുട്ടികൾ പെടുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ തുടരുക. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ ഉള്ളത് ജില്ലാ ആശുപത്രിയിലാണ്.
വിപിൻ, ഈ മറ്റു 2 കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ്, അവർ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വിപിൻ? രജിത്ത്, മരണപ്പെട്ട അനന്തുവിന്റെ മൃതദേഹം ഉള്ളത് ഈ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ഉള്ളത്. ഏകദേശം ഇന്ന് 10 മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒപ്പം തന്നെ പരിക്കേറ്റിട്ടുള്ള മറ്റൊരു കുട്ടിയായിട്ടുള്ള ഷാനു, ഈ ഷാനുവും ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇവിടെ ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ ഷാനുവിന്റെ പരിക്ക് ഇപ്പോൾ ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയം കൂടിയാക്കി UDF ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ LDF UDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് ആ സമയത്തേക്ക് വേഗം വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇടവരുത്തുന്ന ഒരു വിഷയമായി ഈ പന്നിക്കണിയിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു മരണം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, വന്യമൃഗ ശല്യം ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ പന്നിക്കണിയിൽപ്പെട്ട് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാളുള്ളത് പാലാട് ആശുപത്രിയിലാണ്. പാലാട് ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഒരു കുട്ടി അവിടെയാണ് ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുന്ന യദുവാണ് അവിടെ ചികിത്സയിലുള്ളത്. ഈ പരിക്കേറ്റുള്ള മറ്റ് 2 പേരും ഏകദേശം അവരുടെ അപകടനില തരണം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ ഈ അനന്തുവിന്റെ മൃതദേഹം അങ്ങോട്ടേക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഈ ഷാനുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ഉണ്ട്. നമുക്ക് അവരോട് കൂടി ഇതേക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്നലെ ഇവിടുത്തെ ജില്ലാശുപത്രിക്ക് സമീപമുള്ള റോഡ്, അതായത് ഇവിടുത്തെ ദേശീയപാത തന്നെ ഉപരോധിക്കുകയായിരുന്നു. ഉപരോധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം കടുപ്പിച്ചത് UDF. ആ സമയത്ത് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത് ഇതൊരു സ്പോൺസേർഡ് മർഡറാണ്, സർക്കാരിന്റെ സ്പോൺസേർഡ് മർഡറാണ് ഈ നടന്നിരിക്കുന്നത്. ഇവിടെ വന്യമൃഗശല്യം ഉണ്ട് എന്നുള്ളത് പല ഘട്ടത്തിലായിട്ട് അറിയാവുന്നതായിരുന്നു. പക്ഷേ ഒരു തരത്തിലുമുള്ള നടപടി എടുക്കാത്തതാണ് ഈ കുട്ടിയുടെ ഒരു മരണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പൊ ഷാനുവിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? കുറവുണ്ട്, അവന് കുറവുണ്ട്. അപകടനില തരണം ചെയ്തോ? അപകടം തരണം ചെയ്യില്ല, ഇപ്പൊ കുറവുണ്ടെന്നാ പറയണത്. ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നത്? അത് എനിക്ക് ശരിക്കും ഡീറ്റെയിൽ ഫുള്ളായിട്ട് അറിയില്ല. ഡീറ്റെയിൽ അറിയുന്ന ആൾക്കാർ അവിടുത്തെ, ഞാൻ വീട് വേറെ സ്ഥലത്താണ്. അതാണ് ആള്. ഇത് അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയാണേ. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ പന്നി അങ്ങനെ ശല്യങ്ങളുണ്ട്. പക്ഷെ ഇത് അവര് എങ്ങനെ ലൈനിൽ നിന്ന് കൊടുത്തതാണ് എന്നൊക്കെ പറയണത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഞങ്ങൾ ഇത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പോകുന്നത്. ഷാനുവിനിപ്പോ എങ്ങനെയുണ്ട്? ഷാനുവിനിപ്പോ കുറവുണ്ട്. ഒബ്സർവേഷനിലാണെന്നാണല്ലേ പറഞ്ഞത്? അപകടനില തരണം ചെയ്തോ? ചെയ്തു. ഇതൊക്കെ അടുത്തടുത്ത കൂട്ടുകാരാണോ? അടുത്തടുത്ത വീടാണ്. ഏട്ടനനിയന്മാരാണ്. ഒക്കെ ഒരുമിച്ച് നടക്കും, ഒക്കെ ഒപ്പമാണ്. ബന്ധുക്കളാണല്ലേ കുട്ടികൾ? ഏട്ടനനിയനും മക്കളാണ്. നിങ്ങളെല്ലാരും കൂടി നഗറിലാണ് അവിടെ താമസിക്കുന്നത് അല്ലേ? ഞങ്ങളൊക്കെ വെള്ളക്കെട്ട അവിടെ തന്നെയാണ് താമസം. ഇവരെല്ലാരും കൂടി വൈകിട്ട് അങ്ങനെ കുളിക്കാൻ പോകുന്നതായിരിക്കും. അവര് കളിയൊക്കെ കഴിഞ്ഞ് പന്തലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണേന് എന്ന് പോലില്ല. അപ്പൊ ഇന്നലെ എന്തോ ഇതായതറിയില്ല. അപ്പോ ഓരൊക്കെ പാടെ കൂടിയാണ്ട് ഇങ്ങനെയാണ് പോയതാണ്. ഷാനു, ഇവര് ബന്ധുക്കളായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ എല്ലാവരും ഈ സ്ഥലത്തേക്കൊണ്ട് കൂടുതൽ പേർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ. കുട്ടികൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി കുട്ടികളിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന് ഇനി കുട്ടികളുടെ മൊഴിയെടുക്കേണ്ടി വരും. ആ ഘട്ടത്തിലേക്കൊക്കെ കുട്ടികളുടെ ആരോഗ്യനില എത്തിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ?
അതെ 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 ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഇനി മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നെ എന്തുകൊണ്ട് ഈ പന്നിക്കണി അവിടെ ഇടയ്ക്ക് വെക്കാറുള്ള ആളുകളുണ്ട് എന്നുള്ളത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണവും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ നിന്ന് നേരിട്ടിട്ട് വൈദ്യുതി എടുത്ത് ഈ തോട്ടിലേക്ക് വിടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. 8 മണിയോട് കൂടിയാണ് ഇവർ കളിയൊക്കെ കഴിഞ്ഞ് അവിടെ മീൻ പിടിക്കുന്നതിനൊക്കെ വേണ്ടി ഇറങ്ങിയത്. ഈ സമയത്തായിരുന്നു അപകടമുണ്ടായത്. ആദ്യം അനന്തു ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ സഹായിക്കാനായി ഷാനുവും യദുവും ശ്രമിക്കുന്നു. അവരും അപകടത്തിൽപ്പെടുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് ഓടി വരികയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ആശുപത്രി പാലാട് ആശുപത്രിയാണ് ഏറ്റവും അടുത്തുള്ളത്. ആശുപത്രിയിലേക്ക് എത്തിച്ച ഒരു സമയമായപ്പോഴേക്കും അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റ് രണ്ടുപേരും ഇപ്പോൾ ഒബ്സർവേഷനിൽ തുടരുകയും ചെയ്യുന്നു. ഇതാണ് നിലവിലെ ഈ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ സജീവമായി UDF നേതൃത്വം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. ഇതിൽ തന്നെ KSEBക്ക് മേൽ ചില ചോദ്യങ്ങൾ വന്ന് വീഴുന്നു. അത് ഈ സ്ഥലമുടമയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. KSEBയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്നുള്ള ആരോപണവും അവിടെ ഉയരുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം നാട്ടുകാരുടെ അടക്കം ശ്രദ്ധയിൽ നേരത്തെയുണ്ട്. KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് അവിടേക്ക് വൈദ്യുതി പ്രവഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ നേരിട്ട് മോഷ്ടിച്ചതാണ് എന്നുള്ള കാര്യം സമ്മതിക്കുക കൂടി ചെയ്യുമ്പോൾ ഇത് KSEBയുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് വിപിൻ? ഇങ്ങനെ വൈദ്യുതി മോഷ്ടിച്ച് അതിൽ നിന്ന് ഇതുപോലെ തന്നെ കെണി വെക്കുകയും പിന്നീട് അതിൽ അപകടം സംഭവിക്കുകയും ആൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈ നിലമ്പൂർ മേഖലയിൽ തന്നെ ഒരു 5 പേർക്കെങ്കിലും കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഗൃഹനാഥന്മാരൊക്കെ കഴിഞ്ഞ ഇതിൽ മരിച്ചിരുന്നു. ചാലിയാർ പഞ്ചായത്തിൽ തന്നെ 2 പേർക്ക് അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് KSEB വരികയും അതിലിടപെടുകയും അവിടുത്തെ ഈ തോട്ടം ഉടമകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്തു എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും കേസെടുക്കുകയും ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും KSEBക്ക് ഇത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഇത് കൃത്യമായി എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും പോസ്റ്റിൽ നിന്ന് നേരിട്ട് ഈ വൈദ്യുതി കമ്പിയിലേക്ക് കണക്ഷൻ ഈ കമ്പിയിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഇതൊരു കെണി തന്നെയാണ്. ഇത് അങ്ങനെ വൈദ്യുതി കമ്പിയിലേക്ക് കൊടുത്തതല്ല, ഇതൊരു കെണിയായിട്ട് തന്നെ തോട്ടിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും ഇത് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ചർച്ചകളിലേക്ക് ഒക്കെ കടന്നിട്ടുണ്ട്. എന്നാലും അത്ര വലിയ പ്രതിഷേധമാണ് നമുക്ക് ദേശീയപാതയിലും കാണാൻ കഴിഞ്ഞത്. UDFന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആര്യൻ ഷൗക്കത്ത് തന്നെ നേരിട്ട് വരികയും ഇതിൽ ഇങ്ങനെ അതായത് ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു മരണമാണ്. അതുകൊണ്ട് തന്നെ അനന്തു ഒരു രക്തസാക്ഷിയാണ്, ഈ വന്യമൃഗശല്യത്തിന്റെ രക്തസാക്ഷിയാണ്. ഇതിൽ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് പറയണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. എന്നാൽ കോൺഗ്രസിന്റേത് നാടകം എന്നുള്ളതായിരുന്നു ഇന്നലെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളത് M. സ്വരാജ് പറയുന്നു. അങ്ങനെ സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ ഈ വന്യമൃഗം മനുഷ്യ സംഘർഷം നിലനിൽക്കുന്നു ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അതിന് മറ്റ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ രാത്രി ഏകദേശം ഒരു 2 മണിയോടുകൂടി BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ നിലമ്പൂരിൽ സാക്ഷ്യം വഹിച്ചത്. വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. KSEBയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്ന ആരോപണം ഉദ്യോഗസ്ഥർ തള്ളുന്നുണ്ട്. കെണിയൊരുക്കിയവർ വൈദ്യുതി ലൈനിൽ നിന്ന് അത് മോഷ്ടിച്ചതാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അവരുടെ പ്രതികരണം കൂടി ലഭ്യമാകുന്നു. അതിലേക്ക് KSEBക്ക് ഇതിങ്ങനത്തെ ഒരു കാര്യങ്ങളും KSEB ആയിട്ട് ബന്ധമില്ല. ഇത് 100% പിന്നെ വൈദ്യുതി മോഷണത്തിൻ്റെ ഒരു പരിധിയിലാണ് ഇത് വരിക. വൈദ്യുതി മോഷ്ടിച്ച് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിങ്ങിലേക്ക് വൈദ്യുതി കൊടുത്തിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളത് പരാതി കൊടുക്കുന്നുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. പോലീസ് അത് അന്വേഷണ നടപടി സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അത് KSEB അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഞാൻ ചോദിച്ചത്? ഇങ്ങനെ വൈദ്യുതി ലൈനിൽ നിന്ന് പ്രത്യേക കണക്ഷൻ എടുത്ത് കെണി സ്ഥാപിക്കുക എന്നുള്ളത് KSEB ജീവനക്കാർ ആരും അറിഞ്ഞിട്ടില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണോ ഉദ്യോഗസ്ഥർ?
KCB അവരുടേതായ ഒരു വിശദീകരണം തരികയാണ്. പക്ഷേ നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സമാനമായ രീതിയിൽ ഈ KCB വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ലൈനിൽ നിന്ന് ഇത്തരത്തിൽ ചെറു കമ്പികൾ ഉപയോഗിച്ച് വൈദ്യുതി മോഷ്ടിക്കുകയും അതുപയോഗിച്ച് പന്നിയെ ഇറച്ചിക്കായി പിടിക്കുന്ന ഇവിടെ പതിവാണെന്നാണ്. അതായത് 6-7 മാസം മുമ്പൊക്കെ ഈ ഇത്തരത്തിൽ നാട്ടുകാർ സമാനമായ രീതിയിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ ഇൻസ്പെക്ഷനും പ്രോപ്പറായ പരിശോധനയും KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം KCBയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പകൽ സമയത്ത് അവർ ഇൻസ്പെക്ഷന് വരാറുണ്ട്, അപ്പോൾ ഇത്തരത്തിൽ ഒന്നും കാണാറില്ല. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വളരെ ഇൻസ്റ്റന്റായി പെട്ടെന്ന് രാത്രി ഒരു 8:30-9 മണി സമയത്താണ് ഇത്തരത്തിലൊരു കെണി ഒരുക്കുന്നത്. രാവിലെ ഒരു 5 മണി 6 മണിക്കുള്ളിൽ തന്നെ ആ കെണി ഉരുകയും ഈ കെണി അടിച്ച് അല്ലെങ്കിൽ അതിന് ഷോക്കേറ്റ് വീഴുന്ന പന്നിയുമായി ഇയാൾ കടന്നു പോവുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കെണി ഒരുക്കുന്നവർ പോവുകയും ചെയ്യുന്നതാണ് രീതി. അതായത് KCBയുടെ വിശദീകരണം പകൽ സമയത്ത് വരുമ്പോൾ ഇത്തരത്തിലെ കെണികൾ കാണാറില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെയും KCBയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ട്. ഇത്തരത്തിൽ ഈ വൈദ്യുതി മോഷ്ടിക്കുന്ന പന്നിക്കണി വെക്കുന്ന ഏരിയകളിൽ ഈ ലൈനിൽ നിന്ന്, അതായത് KCB വീടുകളിലേക്ക് എത്തിക്കുന്ന ഈ ലൈനിൽ ഒരു പ്രത്യേക കവറിംഗ് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ കവറിംഗ് നൽകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ആ കവറിംഗിൽ കൃത്യമായ ഒരു തീരുമാനം KCB എടുത്തിട്ടില്ല. അതായത് ഈ പോകുന്ന ലൈനിൽ ഒരു പ്രത്യേക കവറിംഗ് നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടിക്ക് അവിടെ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല. ഇത്തരത്തിൽ കവറിംഗ് വേണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും KCB ഇതിനോട് മുഖം തിരിച്ചെന്ന ആക്ഷേപം ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ട്. എന്തായാലും KCBക്ക് പൂർണ്ണമായി ഈ വിഷയത്തിൽ കൈകഴുകാനാകില്ല. കാരണം ഈ വൈദ്യുതി മോഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും അത് മോഷ്ടിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം KCBക്കുണ്ട്. ഇവിടെ ഒരു ജീവനാണ്, 15 വയസ്സുകാരന്റെ 10ാം ക്ലാസ്സുകാരന്റെ ജീവനാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ പരിശോധനയുണ്ടോ എന്നുള്ള ചോദ്യം ആദ്യം. രണ്ടാമത് ഈ നാട്ടുകാരുടെ ആവശ്യം അനുസരിച്ച് ഇത്തരത്തിൽ വൈദ്യുതി തേർഡ് പാർട്ടിക്ക് മോഷ്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കവറേജ് ഒരുക്കുന്നതിൽ KCBക്ക് വീഴ്ച വന്നു എന്ന രണ്ടാമത്തെ ചോദ്യം ഇവിടെ ഉയരുകയാണ്. എന്തായാലും അതിദയനീയമായ സംഭവമാണ്. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ നിലമ്പൂരിന്റെ ഇത്തരത്തിൽ സമാനമായ നിലമ്പൂരിന്റെ പല ഈ വനമേഖലയുടെ അടുത്തുള്ള കൃഷിയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ അനധികൃത ഫെൻസിംഗ് ആണ്. അത് ഈ നാടിന്റെ ഗതികേടാണ്, ഈ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് കാണിക്കുന്നതാണ്. അതായത് അവർ ഒരു നട്ട് നെയ്ത് വളർത്തുന്ന ഒരു വിളയും അവർക്ക് ലഭിക്കാത്ത രീതിയിൽ വന്യമൃഗങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ വേദന കൊണ്ട് മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഇത്തരത്തിൽ കെണി സ്ഥാപിക്കുന്നത് പതിവാണ്, ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് പതിവാണ്. പക്ഷേ ഈ പ്രസ്തുത വിഷയത്തിൽ ഇത്തരത്തിൽ കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഫെൻസിംഗേ അല്ല, കൃത്യമായ ലക്ഷ്യത്തോടെ പന്നിയെ വേട്ടയാടണമെന്ന ഇറച്ചി ആവശ്യത്തിന് പന്നിയെ വിൽക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ച കെണിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് കൃത്യമായ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സമാനമായ പല രീതികൾ പരാതി ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഒരാളെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നില്ല. ഇയാൾ വനമേഖലയിൽ അല്ലെങ്കിൽ വനമേഖലയിലാണ് ഇയാൾക്ക് അന്വേഷണം നടത്തുന്നത്. ഇതൊരു ക്ലിയർ കട്ട് കേസ് ഓഫ് കുറ്റകൃത്യം തന്നെയാണ്. അതായത് വരും വരായികൾ ചിന്തിക്കാതെ ഇതിലൂടെ ആരെങ്കിലും പോകുമോ എന്നൊന്നും പരിഗണിക്കാതെ അയാളുടെ ആവശ്യത്തിന് വേണ്ടി പന്നിയെ ലഭിക്കണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി വൈദ്യുതി സ്ഥാപിച്ച് രാവിലെ കെണിയിൽ കൊടുക്കുന്ന പന്നി എടുത്തു പോകുന്ന രീതി പിന്തുടരുന്ന ഒരാളുടെ ക്ലിയർ കട്ട് കേസ് ഓഫ് കുറ്റകൃത്യം എന്ന് തന്നെ പകൽ സമയമാകുമ്പോൾ ഈ കെണി മാറ്റിവെക്കുന്നു, രാത്രിയാകുമ്പോൾ ഇത് സ്ഥാപിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിലേക്കൊക്കെ വരാതെയാണോ ഇത്തരത്തിലൊരു കെണി ഒരുക്കുന്നതും ഈ ഇങ്ങനെ ഇറച്ചിക്ക് വേണ്ടി പന്നിയെ പിടികൂടാൻ വേണ്ടി കെണി ഒരുക്കുന്നത്? ഇത് നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ നേരത്തെ, സുഹേൽ? ഡിഗ്രി ഇത് പ്രത്യേകമായി ഈ സ്ഥലത്തിന്റെ ടെറൈൻ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. കുറച്ച് ഐസൊലേറ്റഡ് ആയ ഒറ്റപ്പെട്ടൊരു ഏരിയയാണ്. അവിടെ വളരെ അടുത്തൊന്നും വീടുകൾ. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഇത്തരത്തിൽ കെണി ആരെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് കണ്ടെത്താനോ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നാട്ടുകാർക്ക് കഴിഞ്ഞ എന്ന് വരില്ല. കാരണം ഈ രാത്രി സമയത്താണ് ഉണ്ടാകും, ഇവിടെ അടുത്തൊന്നും വീടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് പരാതിപ്പെടാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. ഇത്തരത്തിൽ പരിശോധന വേണമെന്ന് ഇവർ എപ്പോഴും ആവശ്യപ്പെടാറുമുണ്ട്. പക്ഷേ പൊതുവെ ഇവർ കാണുന്ന സമയങ്ങളിലല്ല ഇത്തരത്തിൽ വൈദ്യുതി വേലി കെണി ഒരുക്കുന്നു എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ വേലി മാത്രമാണ്, ഇത്തരത്തിൽ ഒറ്റ കെണി മാത്രമാണ് കണ്ടത്. നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ സമാനമായ രീതിയിൽ നദിയുടെ അങ്ങോട്ടും കുറച്ചങ്ങോട്ട് ഈ പറയുന്ന നമ്മൾ കുറച്ച് റൈറ്റിലേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വനമാണ് കാണുന്നത്. ഇത്തരത്തിൽ വനമേഖലയിൽ നിന്ന് നിരവധി സമാനമായ രീതിയിൽ പല ആളുകൾ പന്നിക്കണി ഒരുക്കുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ KCBയുടെ പോസ്റ്റിൽ ഇത്തരത്തിലൊരു തേർഡ് പാർട്ടിക്ക് വൈദ്യുതി മോഷ്ടിക്കാൻ പറ്റാത്ത ഇതിൽ കവറേജ് നടത്തണം. പക്ഷേ ഇത്ര കാലമായി അത്തരത്തിലൊരു കവറേജ്, ഒരു കവറിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അത്തരം കവറിംഗ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വൈദ്യുതി തേർഡ് പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ആവശ്യം പലതവണ ഈ നാട്ടുകാർ ഉന്നയിച്ചിട്ടും അതൊരു നടപടി എടുത്തില്ല. ഇപ്പോൾ ഈ KCB വൈദ്യുതി മോഷണമാണെന്ന് പറയുമ്പോഴും എങ്ങനെ വൈദ്യുതി മോഷ്ടിക്കപ്പെടുന്ന കാര്യത്തിൽ KCBയുടെ ഉത്തരവാദിത്വം KCBക്ക് അത്ര പെട്ടെന്ന് ഇതിൽ കൈകഴുകാനാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്ത്, പ്രവിധ. യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ പോർച്ചുഗൽ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 12:30 മ്യൂണിച്ചിലാണ് മത്സരം. വൈകിട്ട് 6:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ജർമ്മനിയെ നേരിടും. അനിൽ വാസ്ദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ ആരവം ഒഴിയും മുമ്പേ മ്യൂണിക്കിലെ അലിയാൻസ് അരീനയിൽ
യൂറോപ്യൻ ഫുട്ബോളിലെ മറ്റൊരു വമ്പൻ പോര്. യുവേഫ നേഷൻസ് ലീഗിന്റെ കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ പ്രഥമ പതിപ്പിലെ ജേതാക്കളായ പോർച്ചുഗലിനെ നേരിടും. 2 തവണ കിരീടം നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് ഇരു സംഘങ്ങളും പന്തു തട്ടുന്നത്. മിന്നും താരങ്ങൾ ഇരുനിരയിലും ഏറെയുണ്ടെങ്കിലും 2 പേരിലേക്കാണ് ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണുകളെല്ലാം. ഒരു വശത്ത് 40-ാം വയസ്സിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ, മറുവശത്ത് ഇതിഹാസ പദവിയിലേക്കുള്ള പടവുകൾ കയറുന്ന അത്ഭുത ബാലൻ 17-കാരൻ ലമീൻ യമാൽ. സെമിയിൽ ജർമ്മനിക്കെതിരെ പോർച്ചുഗലിന്റെ വിജയങ്ങൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയായിരുന്നു. ഗോൾ മഴ കണ്ട കളിയിൽ ഫ്രാൻസിനെ 5-4 സ്പെയിൻ തോൽപ്പിച്ചപ്പോൾ ഇരട്ട ഗോളോടെ ലമീൻ യമാൽ കളിയിലെ താരമായി. ഒരുപിടി യുവാക്കളുടെ ചോരത്തിളപ്പിൽ പ്രതീക്ഷ വെച്ചാണ് സ്പെയിൻ കിരീടം നിലനിർത്താനെത്തുന്നത്. ലമീൻ യമാലിന് പുറമെ നീക്കോ വില്യംസ്, പെഡ്രി, സുബിമെൻഡി, ഗാവി, ഡാനി ഓൾമോ, കുബാർസി. പറങ്കിപ്പെട പെടാപ്പാട് പെടേണ്ടി വരും ഇവരെയൊക്കെ പിടിച്ചുകെട്ടാൻ. 2023 യുവേഫ നേഷൻസ് ലീഗും 2024 യൂറോ കപ്പ് നേടിയ ലാ റോജകൾ തുടർച്ചയായ 3-ാം വർഷവും രാജ്യാന്തര കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ്. പരിചയസമ്പന്നരായ ഒരുപിടി താരങ്ങളാണ് പോർച്ചുഗലിന്റെ കരുത്ത്. റൊണാൾഡോക്കൊപ്പം ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റിന, റൂബൻ നെവസ് എന്നിവർ. പ്രതിരോധത്തിൽ നെടും കോട്ടയായി റൂബൻ ഡിയാസ്. സ്പെയിന്റെ യുവതാരങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ പോന്ന നൂനോ മെൻഡസ്, യാവോ നെവസ്, പെഡ്രോ നെറ്റോ. പോർച്ചുഗലും ഒരുങ്ങിത്തന്നെയാണ്. നേർക്കുനേർ കണക്കുകളിൽ മൃഗീയ ആധിപത്യമുണ്ട് സ്പാനിഷ് അർമാഡകൾക്ക്. 40 മത്സരങ്ങളിൽ 17 ജയം. പോർച്ചുഗൽ 6 ജയിച്ചപ്പോൾ 17 മത്സരങ്ങളിൽ തുല്യത പാലിച്ചു. പക്ഷേ ഈ കണക്കുകളിലൊന്നും കാര്യമില്ല. എല്ലാം ഇന്നത്തെ ആ 90 മിനിറ്റിലും ഇല്ലെങ്കിൽ അധിക സമയത്തിലെ കാര്യത്തിലും മാത്രം. എന്തായാലും ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമുക്കിന്ന് മ്യൂണിക്കിൽ പ്രതീക്ഷിക്കാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ കാർലസ് അൽക്കാരസ് ലോക 1-ാം നമ്പർ യാനിക് സിന്നറെ നേരിടും. 2ാം ഫ്രഞ്ച് ഓപ്പണും ആകെ 5-ാം ഗ്രാൻഡ് സ്ലാം കിരീടവുമാണ് അൽക്കാരസിന്റെ ലക്ഷ്യം. കന്നി ഫ്രഞ്ച് ഓപ്പണും ആകെ 3-ാം ഗ്രാൻഡ് സ്ലാമുമാണ് സിന്നർ ലക്ഷ്യമിടുന്നത്. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മ്യൂസിയം പോലീസ്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും. ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തത്. മേഘ്ന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ്ന, പോലീസിന്റെ തുടർന്നുള്ള നീക്കം എങ്ങനെയാണ് മേഘ്ന? ശ്രീജിത്ത്, ഇതിൽ പ്രധാനമായും ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേസാണ്. അതിൽ ഇന്നലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഈ കൃഷ്ണകുമാറും മകളും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ 3 ജീവനക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പോലീസ് അന്വേഷണം നടക്കുന്നത് 2 പരാതികളുടെയും അടിസ്ഥാനത്തിൽ. അതായത് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുന്നത് ഈ ജീവനക്കാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. അത് അറസ്റ്റ് ആവശ്യമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും നീങ്ങുക കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത് ഈ ജീവനക്കാരികളുടെ UPI ID അടക്കമുള്ളവ കേന്ദ്രീകരിച്ച അന്വേഷണം, അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ വീട്, അതുപോലെ തന്നെ ഈ ദിയ കൃഷ്ണയുടെ ജവഹർ നഗറിലെ ഫ്ളാറ്റ്, ഇവിടങ്ങളിലാണ് ഈ ജീവനക്കാരികളെ എത്തിക്കുകയും അവർ ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഇവിടത്തെയും ഈ OBOC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഈ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. അത് 2 പരാതികളുടെയും അടിസ്ഥാനത്തിൽ, അതായത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പ്രധാനമായും ഈ കൃഷ്ണകുമാറിന്റെ ആരോപണം എന്ന് പറയുന്നത് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ ഈ QR കോഡ് തട്ടിപ്പാണ് നടന്നത്. ഈ സ്ഥാപനത്തിന്റെ QR കോഡ് കൊടുക്കാതെ ഈ ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ച് പണം എടുത്തു, അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അത് അവരറിയാൻ വൈകി എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം പറയുന്നു, ദിയ കൃഷ്ണ പറയുന്നു. പക്ഷേ ഈ ജീവനക്കാരുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർ ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ കൃഷ്ണ തന്നെയാണ് ഈ QR കോഡ് വഴി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതെന്ന് ഈ ജീവനക്കാരികൾ പറയുന്നു. അതുപോലെ തന്നെ ജാതി അധിക്ഷേപം നടത്തി മർദ്ദിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജീവനക്കാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പരാതിയുടെയും അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അതുപോലെ തന്നെ ഇന്നലെ തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ, അതിൽ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം ആവർത്തിച്ച് പറയുന്നത് തങ്ങൾക്ക് തെളിവുകളുണ്ട്. അതായത് ഇങ്ങനെ
ഈ ഒരു സംഭവം നടന്നതിന് ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരോപണത്തിനടക്കം അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ വീട്ടിലും ഫ്ളാറ്റിലും ഒക്കെ വിളിച്ചു വരുത്തി ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്തതിലടക്കം തങ്ങൾക്ക് തെളിവുകളുണ്ട് തങ്ങളുടെ പക്കൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ ദൃശ്യങ്ങളും ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിടുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ജീവനക്കാരികൾ ഈ പണം എടുത്തു, QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങളുടെ പിറകിൽ എന്താണ് എന്നുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകാനുണ്ട്. എന്നാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൽ ഈ QR കോഡ് വഴി പണം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത് ഓഗസ്റ്റ് മുതലാണ് തട്ടിപ്പ് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് സമ്മതിക്കുന്നതാണ്. ഈ ദിയ കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണയാണ് ഈ യൂട്യൂബ് ചാനൽ വഴി ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ 40,000 രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ട്. അത് ഈ 3 ജീവനക്കാരികളും കൂടി വീതം വെച്ചു എന്ന കാര്യങ്ങളടക്കം സമ്മതിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ കൂടുതൽ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ UPI രേഖകൾ, അതുപോലെ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. അതിനുശേഷം മാത്രം, അതായത് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുന്നത് ഈ 3 ജീവനക്കാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? പ്രവിധ, അതിൽ പ്രധാനമായും ഈ പോലീസിന്റെ തുടർ നടപടികൾ നമുക്ക് കൂടുതൽ വ്യക്തമാകാനുണ്ട്. അതിൽ ഈ ഒരു സംഭവത്തിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിൽ ഇപ്പോൾ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു സാധ്യത, കാരണം ഇത് കൂടുതൽ വിവാദമായ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് എന്താണ് പോലീസിന്റെ തുടർ നടപടി, എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം പോകുക എന്ന കാര്യത്തിലടക്കം നമുക്ക് കൂടുതൽ അറിയാനുണ്ട്, അത് കൂടുതൽ ഉറപ്പുവരുത്താനുണ്ട്. എന്തായാലും ഇപ്പോൾ മ്യൂസിയം SHOയുടെ പ്രതികരണം അനുസരിച്ച് ഇന്നും അറസ്റ്റ് ഉണ്ടായേക്കില്ല. അതായത് ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ കൃഷ്ണകുമാറിനെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പക്ഷേ പെട്ടെന്ന് എടുത്തു ചാടി ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കോ പോലീസ് പോകില്ല. മറിച്ച് ഈ 2 കേസുകളുടെയും 2 കേസുകളാണ് ഇതിൽ പോലീസ് എടുത്തിരിക്കുന്നത്. ഒന്ന് കൃഷ്ണകുമാറിന്റെ പരാതിയിലെടുത്ത കേസാണ്, മറ്റൊന്ന് ഈ ജീവനക്കാരുടെ പരാതിയിലെടുത്ത കേസാണ്. ഇതിൽ വിവരശേഖരണത്തിലേക്ക് പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ട്. UPI ഇടപാട്, അതിന്റെ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴ മാറി ഒരാഴ്ച പിന്നിട്ടിട്ടും അയ്മനം 19 വാർഡിലെ 18 കുടുംബങ്ങളുടെ ദുരിതം മാറിയില്ല. വെള്ളം ഇറങ്ങാത്തതിനെ തുടർന്ന് ക്യാമ്പുകളിൽ നിന്നും ഇവർക്ക് വീടുകളിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല. പാടശേഖരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് മട വീണതാണ് ഇവരുടെ ജീവിതം ഇത്തവണ ദുരിതത്തിലാക്കിയത്. വെള്ളം കയറി കിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അതുപോലെ തന്നെ വെള്ളം കറുത്ത് കിടക്കുവാണ്. ഞങ്ങൾക്ക് കൊതുകിന്റെ ഭയങ്കര ശല്യമാണ്. ഇവിടെ ഇതിനകത്ത് ഞാൻ താമസിക്കുന്നത്. അതിനകത്ത് വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 10-15 ദിവസമായി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഈ വന്നു കഴിയുമ്പോൾ എനിക്ക് വീടൊന്നുമില്ല പോയി താമസിക്കാനായിട്ട്. ഞങ്ങൾക്ക് 3-4 വർഷമായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഈ പാടക്കാർ നോക്കുമായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം പാടക്കാർ നോക്കിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മട വീണ് വെള്ളം ഇതുപോലെ ആയത്. മാനം തെളിഞ്ഞിട്ടും ഇവരുടെ മുഖം തെളിഞ്ഞില്ല. ആകെയുള്ള കിടപ്പാടം ഇങ്ങനെ വെള്ളം കയറി കിടക്കുമ്പോൾ ഇവർക്കെങ്ങനെ സന്തോഷിക്കാനാകും? പരിപ്പ് പുത്തങ്കരി പാടശേഖരത്തിന് സമീപത്തുള്ള 18 കുടുംബങ്ങളാണ് ദുരിതത്തിന് നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്നത്. മഴ മാറിയതോടെ ആറ്റിലെ വെള്ളം ഇറങ്ങി. എന്നാൽ കൃത്യമായ പമ്പിംഗ് നടക്കാത്തതിനാൽ ഇവരുടെ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഈ പാടശേഖരമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇത്രയും ദുരിതം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സമയത്ത് പമ്പിങ് നടന്നിട്ടില്ല. കറക്റ്റ് സമയത്ത് ഇതൊന്നും ചെയ്യാതെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഇപ്പോഴും ക്യാമ്പിലാണ്. അതായത് ഈ 4 ചുറ്റി കിടക്കുന്ന 250 ഏക്കറോളം അടുത്തുണ്ട് ഈ പാടശേഖരം. അതിൻ്റെ 4 ചുറ്റും ഈ 3 സൈഡ് വഴിയുണ്ട്. അവിടെ വെള്ളം കയറിയിട്ട് ബാക്കി സൈഡുകളിൽ വെള്ളം കയറി പാടം ഇവർ ഒരു 4 മാസം കഴിയുമ്പോൾ പിന്നെയും വെള്ളം കയറ്റും. പിന്നെ ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടാവും നമുക്ക്. 2019 പ്രളയത്തിലാണ് അവസാനമായി ഇവിടെ വെള്ളം കയറിയത്. അതിനുശേഷം പാടശേഖര സമിതി ബണ്ട് ബലപ്പെടുത്തി കൃഷി ചെയ്തതിനാൽ വെള്ളം കയറിയിരുന്നില്ല. എന്നാൽ ഇത്തവണ എല്ലാം താളം തെറ്റി. കൃത്യസമയത്ത് കൃഷി ആരംഭിക്കാതെ വന്നതോടെ മട വീണു. ഇപ്പോൾ വെള്ളമിറങ്ങാത്ത അവസ്ഥയിലുമായി. ഈ നേർമ പിരിച്ചു കൊടുക്കുന്ന പാടശേഖര സമിതിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്. ആ കോൺട്രാക്ടർ അവരുടെ കൃത്യം നിർവഹിക്കാൻ തയ്യാറായില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് തിരക്കുകയോ എടുക്കുകയോ ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് മഴ എത്തുകയും ഈ രീതിയിലേക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും പാടശേഖരത്തിന് ചുറ്റും താമസിക്കുന്ന പ്രദേശത്തിൽ ഉള്ള വീടുകളിൽ മിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളമിറങ്ങാത്തതിനാൽ ഇപ്പോഴും ഇവരുടെ താമസം ക്യാമ്പിൽ തന്നെയാണ്. ഇനി എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. മഴ മാറി വെയിൽ വന്നിട്ട് ദിവസങ്ങളായി. പക്ഷേ ഇവിടെ താമസിക്കുന്നവരുടെ ദുരിതം മാത്രം മാറിയിട്ടില്ല.
അതിനുവേണ്ട നടപടികളാണ് ഇനി ആവശ്യം. ഒപ്പം വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും വേണം. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫ് ഏറ്റുവാങ്ങി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ജ്ഞാനപീഠ ജേതാവ് പ്രതിഭ റായ് പുരസ്കാരം കൈമാറി. സത്യത്തിനൊപ്പം നിലയുറപ്പിച്ച സാറ ജോസഫ് സാധാരണക്കാരുടെയും ശബ്ദമില്ലാത്തവരുടെയും ശബ്ദമായി മാറിയ എഴുത്തുകാരിയാണെന്ന് പ്രതിഭ റോയ് പറഞ്ഞു. She is not just a name in Malayalam literature, but a movement unto herself. Her stories are not created with ink alone. They also aged with fire, conviction, and a deep sense of humanity. ജനാധിപത്യത്തെ തകർക്കാൻ ഇപ്പോൾ നീക്കം നടക്കുന്നുവെന്നും ജനാധിപത്യമില്ലെങ്കിൽ എഴുത്തുമുണ്ടാവില്ലെന്നും സാറ ജോസഫ്. ഇന്ത്യയുടെ ബഹുസ്വരതയും ബഹുഭാഷയും നിലനിർത്തണമെന്നും സാറ ജോസഫ് പറഞ്ഞു. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, എഴുത്തുകാരനായ E സന്തോഷ് കുമാർ, R രാജശ്രീ, സുഭാഷ് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 24 കോഴിക്കോട്. കുക്കി നേതാവിന്റെ അറസ്റ്റിനെ തുടർന്ന് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ബിഷ്ണുപൂരിൽ പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? സുരക്ഷ ഒരുക്കുന്നത് ഏത് തരത്തിൽ? പുതിയ വിവരങ്ങൾ എങ്ങനെ? അജീഷ് ജയകുമാർ. റീജിത്ത്, എന്തായാലും മണിപ്പൂരിൽ ഇന്നലെ രാത്രിയും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവിടുത്തെ ഒരു കുക്കി നേതാവ്, ഒരു പ്രാദേശിക നേതാവാണ്. അവിടുത്തെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ അനുയായികൾ യാത്രയിൽ വലിയ പ്രതിഷേധം മണിപ്പൂരിൽ നടത്തിയത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ്, തൗബാൽ, കാങ്ചിങ്, ബിഷ്ണുപൂർ ജില്ലകളിലാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബിഷ്ണുപൂരിൽ പൂർണ്ണമായും കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4-ലധികം പേർ കൂടുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കാനായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റുമാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അധികം ദിവസങ്ങളായി തന്നെ മണിപ്പൂരിൽ ഇത്തരത്തിലുള്ളൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുക്കി നേതാവിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ അറസ്റ്റിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ഒരു സംഘർഷം ഉടലെടുത്തത്. ഈ സംഘടനയിൽപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഗ്രാമങ്ങളെ ആക്രമിച്ചതെന്ന് ഈ കുക്കി മെയ്തൈ സംഘടനകൾ ചില നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവരും പ്രതിഷേധം നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ സാധ്യത, ക്രമസമാധാന പ്രശ്നങ്ങളുടെ സാധ്യത കണക്കിലെടുത്ത് ഈ 5 ജില്ലകളിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ സംസ്കാരം നാളെ നടക്കും. തമിഴ്നാട്ടിലെ വാഹനാപകടത്തിലാണ് മരിച്ചത്. രാവിലെ മുണ്ടൂർ പരികർമ്മല മാതാപ്പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മുണ്ടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ പൊതുദർശനമുണ്ടാകും. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ ഷോൾഡറിന് താഴെ 3 പൊട്ടലുകളും നട്ടെല്ലിന് ചെറിയ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം. അപകടത്തിൽ കൂടുതൽ പരിക്കേറ്റത് അമ്മയ്ക്കാണെങ്കിലും ഇവരുടെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 275 വർഷങ്ങൾക്ക് ശേഷമുള്ള അപൂർവ മഹാകുംഭാഭിഷേകത്തിന് ഒരുങ്ങി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച് നടക്കുന്നത്. ഇന്ന് രാവിലെ 7:40-നും 8:40-നും മധ്യയാണ് ചടങ്ങ് നടക്കുക. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണ് ചടങ്ങ് നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750-ൽ ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിരുന്നു. ഇതിനുശേഷം ഇതാദ്യമായാണ് സ്തൂപികാ സമർപ്പണം. ബജറ്റ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ ഇലോൺ മസ്ക് തീരുമാനിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മസ്കുമായുള്ള ബന്ധം അവസാനിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. മസ്ക് പ്രസിഡന്റിന്റെ ഓഫീസിനോട് അനാദരവ് കാട്ടുന്നുവെന്നും ട്രംപ്. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ ട്രംപിനെതിരെയുള്ള വിവാദ ട്വീറ്റ് മസ്ക് പിൻവലിച്ചു. ജെഫ്രി എബ്സ്റ്റൈന്റെ ലൈംഗികാരോപണ കേസ് ഫയലിൽ ട്രംപിന്റെ പേരുള്ളതുകൊണ്ടാണ് ഫയൽ പുറത്തുവിടാത്തത് എന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പോസ്റ്റ്. നികുതി ബില്ലിനെ എതിർത്തതിനെ തുടർന്നും ട്രംപും മസ്കും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പോര് നടത്തിയിരുന്നു. ജൂലൈ 4-ന് ബില്ല് പ്രസിഡന്റിന്റെ മുന്നിലെത്തും.
നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. വരുന്ന ഏപ്രിലിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസിന്റെ പ്രഖ്യാപനത്തിനെതിരെ ബീഗം ഖാലിദാസിയയുടെ BNPയും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും തെരഞ്ഞെടുപ്പ് ഈ വർഷം ഡിസംബറിൽ തന്നെ നടത്തണം എന്നാണ് ഇരു പാർട്ടികളും ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് യൂനുസ് നടത്തുന്നതെന്ന് BNP. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും ബന്ദിയാക്കപ്പെട്ട 35-കാരനായ തായ്വൻ പൗരന്റെ മൃതദേഹം തെക്കൻ ഗസയിൽ നിന്നും കണ്ടെടുത്ത ഇസ്രായേൽ സൈന്യം. ബന്ദിയാക്കപ്പെട്ട ആദ്യ മാസങ്ങളിൽ തന്നെ തായ് പൗരനായ നട്ടാപോങ് പിൻറ്റ കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം. ഈ ആഴ്ച ആദ്യം ഗസയിൽ നിന്ന് 2 ഇസ്രായേലി അമേരിക്കൻ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെയാണ് തായ് പൗരന്റെ മൃതദേഹവും കണ്ടെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ട്വീറ്റ് പിൻവലിച്ച ഇലോൺ മസ്ക് ബാലലൈംഗിക പീഡകൻ ജെഫ്രി എപ്സ്റ്റൈൻ ഫയലിൽ ട്രംപിന്റെ പേരുള്ളതുകൊണ്ടാണ് ഫയൽ പുറത്തുവിടാത്തത് എന്നായിരുന്നു ഇലോൺ മസ്കിന്റെ പോസ്റ്റ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ യാത്രാവിലക്കിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി ഇറാൻ. ഒരു മതത്തോടും ദേശീയതയോടുമുള്ള വംശീയമായ ശത്രുത കാരണമാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. കാനഡയിലെ പൗരത്വ നിയമത്തിൽ മാറ്റം നിർദ്ദേശിക്കുന്ന പുതിയ ബിൽ കുടിയേറ്റ മന്ത്രി ലെന്ന മെഡ്ജൻ അവതരിപ്പിച്ചു. കാനഡയിൽ കുടിയേറുകയും പിന്നീട് പൗരത്വം ലഭിക്കുകയും ചെയ്തവരുടെ മക്കൾക്ക് വംശാവലി അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്ന നിയമനിർമ്മാണമാണ് അവതരിപ്പിച്ചത്. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കുമെന്ന ഗവർണറുടെ നിലപാട് ഭാവിയിൽ സർക്കാർ രാജ്ഭവൻ സംഘർഷം രൂക്ഷമാക്കും. സർവകലാശാലകളുടെ ബിരുദദാന പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ ഈ നിബന്ധന ആവർത്തിക്കുമോ എന്നാണ് സർക്കാരിന്റെ ആശങ്ക. ഇത് മറികടക്കാൻ സർക്കാർ പരിപാടികളിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതിപ്പോൾ ഗവർണർ സർക്കാർ പോര് എന്ന നിലയിലേക്ക് കൂടുതൽ രൂക്ഷമായി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇന്നലെ CPI നടത്തിയ പ്രതിഷേധവും CPIM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന സമീപനവും ഗവർണർക്കെതിരെ ആവർത്തിച്ചുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളുമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആ ഘട്ടത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല. ഇത് തുടർന്നും ഈ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം, കാവിക്കൊടിയേന്തിയ ചിത്രം ഉപയോഗിക്കും എന്ന് തന്നെയാണ് രാജ്ഭവന്റെ നിലപാട്. ഇതിനിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത്? ഉമേഷ് ബാലകൃഷ്ണൻ. നിലവിലെ സാഹചര്യത്തിൽ സെൻട്രൽ ഹാൾ, അതായത് രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ നിന്ന് ഈ ചിത്രം മാറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തിക്കഴിഞ്ഞു. എന്തു പരിപാടി സെൻട്രൽ ഹാളിൽ നടന്നാലും ഈ ചിത്രം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്ഭവൻ അറിയിക്കുന്നത്. അതേസമയം ഇനി വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്നത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ബിരുദദാന ചടങ്ങുകളാണ്. അത് യൂണിവേഴ്സിറ്റികളാണ് അറേഞ്ച് ചെയ്യുന്നത്. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റികൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം, അതായത് പല യൂണിവേഴ്സിറ്റികളിലും RSS അനുകൂല VC-മാരുണ്ട്. അവർ ഈ ഗവർണർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എപ്പോഴും എടുത്തു പോകുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളുടെ ബിരുദദാന ചടങ്ങിലും സമാനമായി കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കേണ്ടി വരിക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അതിനുവേണ്ടി മുൻകൈയെടുക്കുകയും ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രക്ഷോഭത്തിലെ, അല്ലെങ്കിൽ വീണ്ടും ഒരു തുറന്ന തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. രാജേന്ദ്ര അർലേക്കർ ഗവർണറായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായിട്ടാണ് സർക്കാർ ഗവർണർ പോരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. അതിനുശേഷം CPM രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും CPI ഒരു പടി കൂടി കടന്ന് അവർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ ഇത്തരത്തിൽ സർക്കാർ പരിപാടികളിൽ എന്തെല്ലാം ചിത്രങ്ങൾ, എന്തെല്ലാം പ്രോപ്പർട്ടികൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചിതമായ ഒരു നിയമാവലി വേണമെന്നുള്ള ആവശ്യം CPI മുന്നോട്ട് വെക്കുന്നുണ്ട്. പൊതുഭരണ വകുപ്പാണ് അത്തരത്തിലേതെങ്കിലും സർക്കാർ പരിപാടികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചിഹ്നങ്ങളോ മറ്റോ ഉപയോഗിക്കണമെങ്കിൽ അത് ഏതൊക്കെയാണ് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഒരു സർക്കുലറോ മറ്റോ ഇറക്കേണ്ടത്. പക്ഷേ ഇതുവരെ അതേക്കുറിച്ച് സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ CPI അടങ്ങുന്ന സംഘടനകൾ, കക്ഷികളെല്ലാം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഇതിന് മുന്നോട്ട് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ബിരുദദാന ചടങ്ങ്, ഒപ്പം മറ്റു പല, ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞ, PSC അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടങ്ങി ചടങ്ങുകളെല്ലാം രാജ്ഭവനിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സർക്കാർ പരിപാടികളിൽ ഏതെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളത് വെച്ച് ഒരു സർക്കുലർ പുറപ്പെടുവിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. രജിത.
ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ദേൽപൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പോലീസ്? റീജിത്ത്, ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 8:40ഓടെയാണ് ദിയാൽപൂർ പോലീസിന് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത്. ഈ സ്പോട്ടിൽ ഉടൻ തന്നെ പോലീസ് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ, തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിയുടെ മുഖത്തടക്കം സാരമായ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സ്പോട്ടിൽ പോലീസ് ഇപ്പോൾ എത്തി പരിശോധന നടത്തുകയാണ്. ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്താനായിട്ടില്ല. നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ശരി, നിർഭാഗ്യകരമായ സംഭവമാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി ദയൽപൂരിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ പന്നിക്കണി വെച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചതായി സൂചന. പ്രതിക്കായി പോലീസ് വനത്തിനുള്ളിൽ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് ബന്ധമില്ല എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. KSEBക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. KSEBയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്ന ആരോപണം പക്ഷേ ഉദ്യോഗസ്ഥർ തള്ളുന്നു. കെണിയൊരുക്കിയവർ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് മോഷ്ടിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. KSEBക്ക് ഇതിങ്ങനത്തെ ഒരു കാര്യങ്ങളും KSEBയായിട്ട് ബന്ധമില്ല. ഇത് 100% പിന്നെ വൈദ്യുതി മോഷണത്തിൻ്റെ ഒരു പരിധിയിലാണിത് വരിക. വൈദ്യുതി മോഷ്ടിച്ച് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിങ്ങിലേക്ക് വൈദ്യുതി കൊടുത്തിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളത് പരാതി കൊടുക്കുന്നുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ അത് അന്വേഷിക്കേണ്ടത് പിന്നെ പോലീസാണ്. പോലീസ് അത് അന്വേഷണ നടപടി സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വഴിക്കടവ് വെള്ളക്കട്ടയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചുവെന്ന് പറയുന്നുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച് വനത്തിനുള്ളിലാണ് അന്വേഷണം നടത്തുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ സംഭവം ചെയ്തത് എന്ന് പോലീസ് വിചാരിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരിലേക്കും അന്വേഷണം നീളുന്നുണ്ടോ? പ്രവിത, നിലവിൽ ഒരാൾ മാത്രമാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ കെണി സ്ഥാപിച്ചതിന്റെ ഒരു നേർരേഖ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയ അനന്തിന്റെ ജീവനെടുത്ത കെണി. നമുക്ക് കാണാം, ഇതൊരു മുളവടിയാണ്. പച്ച മുള വെച്ചിട്ട് ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ കൊളുത്തിയിടുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നു മനസ്സിലാക്കുന്നു. ആ കൊളുത്തിയിട്ട ഈ മുളയിൽ നിന്ന് ഈ രീതിയിൽ ഈ പറയുന്ന ഇരുമ്പ് കമ്പി നമുക്ക് കാണാം. അത് ഇങ്ങനെ ഇതിലോട്ട് പോയി ഈ തോടിന്റെ വശത്തേക്ക് കെട്ടി ഇറക്കിയിരിക്കുകയാണ്. ക്യാമറ ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പറയുന്ന മുളവടിയിൽ നിന്ന് ഇലക്ട്രിക് കമ്പി ഇങ്ങനെ തൂക്കി ഈ തോടിന്റെ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇടതേക്കും ഒന്ന് വലത്തോട്ടും. ഇടത് ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത കമ്പി ഈ തോടിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പുറത്തെ സൈഡിലും സമാനമായ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഇത് ക്രോസ് ചെയ്യുകയാണ് തോടിനെ. പിന്നീട് ബാക്കി ഈ പറയുന്ന ഇരുമ്പ് കമ്പി പോകുന്ന അപ്പുറത്തെ സൈഡിലൂടെയാണ്. അങ്ങനെ ആ സൈഡിൽ സ്ഥാപിച്ച കമ്പിയിൽ തട്ടിയാണ് അനന്തുവിന്റെ ജീവൻ നഷ്ടമായത്. അതായത് ഏകദേശം തോടിനോട് ചേർന്നായിരിക്കും ഈ കമ്പി ഉണ്ടാവുക. ഈ പറഞ്ഞതുപോലെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഈ ഓലയൊക്കെ വീണ് കിടക്കുന്നത്. ഇത്തരത്തിൽ ഈ ചെടിയുടെയും പുല്ലുടെയും നടുവിലൊക്കെ ആയിരിക്കും ഇത് ഇട്ടിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് അനന്തു അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇത് മോഷണം എന്ന കാര്യമാണ് ഇപ്പോൾ KSEB സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ നേരത്തെ നാട്ടുകാർ ഇവിടെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പന്നിക്കണി ഒരുക്കി ഇത്തരത്തിൽ പന്നിയെ പിടികൂടുന്ന സംഭവം നിത്യമാണെന്ന് പരാതിപ്പെട്ടെങ്കിലും KSEB ഇതിൽ കാര്യമായ നടപടി സ്വീകരിച്ചില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൈൻ കാണാം. നമുക്ക് പൊതുവെ കാണുന്ന പോലെ ഈ KSEB ലൈനുള്ളത് ഒരു കവറിംഗ് ഇതിന് ചുറ്റുമുണ്ട്. ഈ കവറിംഗ് എന്തിനെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വൈദ്യുതി മോഷണം തടയുന്നതിന്റെ ഭാഗമായി KSEB സ്ഥാപിക്കുകയാണ്. ഇത്തരത്തിൽ പോസ്റ്റിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ ഈ കവറിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിൽ വൈദ്യുതി ഒരു തേർഡ് പാർട്ടിക്ക് മോഷ്ടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ പൂർണ്ണമായി ഇത്തരത്തിൽ കമ്പികൾ കവറിംഗ് ചെയ്യണമെന്ന് നാട്ടുകാർ സ്ഥിരമായി ആവശ്യപ്പെട്ടിട്ടും പല ഭാഗങ്ങളിൽ ആ കവറിംഗ് പൂർത്തിയായില്ല. അത്തരത്തിൽ കവറിംഗ് പൂർത്തിയാകാത്ത ഒരു ലൈനിൽ നിന്നാണ് ഇന്നലെ ഈ പന്നിക്കണിക്ക് വേണ്ടി ഇത്തരത്തിൽ വൈദ്യുതി എടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, നിലവിൽ നരഹത്യാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഫെൻസിംഗ് സ്ഥാപിച്ച വൈദ്യുതിയിൽ തട്ടി മരിച്ചു എന്ന് തന്നെയാണ് FIR അടക്കം പറയുന്നത്. FIR വിശദാംശങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. ഈ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നേരത്തെയും സമാനമായ രീതിയിൽ പന്നിക്കണി ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിലൊക്കെ പരാതിപ്പെട്ട അല്ലെങ്കിൽ പോലീസിന്റെ നോട്ടപ്പുള്ളി ആരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്കായി വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. പ്രവിധ, കെണിവെച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതലായ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല.
ഇത് പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഇങ്ങനെ കെണിവെച്ച് വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന തരത്തിൽ വളരെ ആസൂത്രിതമായി കെണിവെച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രതിക്കായി വനമേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒരാളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. മറ്റാരുടെയെങ്കിലും സഹായമോ മറ്റോ ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ളതിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഒരു 15 വയസ്സുകാരനാണ്, ഒരു 10ാം ക്ലാസ്സുകാരനാണ് ദാരുണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നിരുന്നു. നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ചൂടുകൂടി നിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടുത്തെ ഒരു പ്രധാന വിഷയമാണ്. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് പക്ഷേ പന്നിയെ കെണിവെച്ച് പിടികൂടാൻ വേണ്ടി ആസൂത്രിതമായി സ്ഥാപിച്ച കെണി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം കൂടി ഉയരുന്നത് KSEBക്കെതിരായ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടുകാരടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായൊരു നടപടി KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ കേൾക്കുന്നത്. മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഇടയാക്കിയ അപകടം ഫെൻസിംഗിന് വൈദ്യുതി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് പോലീസ് FIR. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയെന്നും FIRൽ പരാമർശം. അനന്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ FIRൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന നിഗമനങ്ങൾ ഏത് തരത്തിലാണ്? മറ്റൊന്ന്, ഈ അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് എപ്പോഴേക്ക് പൂർത്തിയാകും? ബന്ധുക്കൾക്ക് മൃതദേഹം എപ്പോഴേക്ക് വിട്ടു നൽകും? വിപിൻ. റിജിത്ത്, ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് BNS 105 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷിനും ഷോക്കേറ്റു എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഫെൻസിങ്ങിനെ കറന്റ് വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് ഈ ഷോക്കേറ്റത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അപകടം നടക്കുമെന്നുള്ളത് അറിഞ്ഞിരുന്നു. ജിത്തു, അപകടത്തിൽപ്പെട്ടത് കാലിൽ ഈ വൈദ്യുതി കമ്പി തട്ടിയതിനെ തുടർന്നിട്ടാണ് പെട്ടെന്ന് തന്നെ അത് ഷോക്കേൽക്കുകയും അപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വൈദ്യുതാഘാതം ഉണ്ടാവുകയും ചെയ്തു. അതിലാണിപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ FIRലുള്ളത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ സംഭവം എന്നുള്ളതും ഉണ്ടായിരുന്നു. അവിടെ മീൻ പിടിക്കാൻ പോയതായിരുന്നു ഇവർ. ആ സമയത്താണ് ഈ വൈദ്യുതി കമ്പിയിൽ തട്ടുകയും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. അത് ജില്ലാശുപത്രിയിലായിരുന്നു ഇന്നലെ മുതൽ അനന്തുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോഴത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. കാരണം അവിടെ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യാർത്ഥം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യും. ഈ വെള്ളക്കെട്ട സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. റിജിത്ത്, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമല്ലേ? അതെ, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാവരും തന്നെ ബന്ധുക്കളാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന യദുകൃഷ്ണനായാലും ഷാനു ആയാലും എല്ലാവരും തന്നെ ഏട്ടനാനിയന്മാരുടെ മക്കളാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാം തന്നെ അവിടെയുള്ള ഒരു നഗറിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും പോകുന്നതല്ല. ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഇന്നലെ ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞ് ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾ ഇത് എങ്ങനെ സംഭവിച്ചു, ഒപ്പം തന്നെ ഇതിലെ പ്രതിയിലെ കൂടുതൽ എത്തേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അതിൽ അന്വേഷണം നടക്കുന്നു. റിജിത്ത്, ശരി, മനഃപൂർവ്വമായ നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതിക്കായുള്ള അന്വേഷണം വനമേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അയാൾ പിടിയിലാവുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരും. എന്തായാലും പന്നിയെ കെണിവെച്ച് പിടിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഈ കെണിയിലാണ് ഒരു 15 വയസ്സുകാരന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 കുട്ടികൾക്ക് കൂടി പരിക്കേറ്റിരുന്നു. പക്ഷേ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇതോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.